അല്ല തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ പണക്കൊഴുപ്പ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ പ്രചരണത്തിൽ കാണാൻ പറ്റും, എല്ലായിടത്തും ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ പക്ഷേ കൈയോടെ പിടിച്ച സംഭവമല്ലേ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സ്ഥലത്തും വിജിലൻ്റ് ആവണം. ഇന്ന് ഇങ്ങനെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. അതാണ് പറയാനുള്ളത്. അല്ല, ഇപ്പം പഴയ പോലെ അല്ലല്ലോ. CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് അറിവ് കിട്ടും, ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആ ഇൻഫർമേഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കും. അത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം, നടപടി എടുക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. നമ്മൾ ഉന്നയിച്ചതാണ്. ഇത് കൃത്യമായിട്ട് കണ്ണൂരിലെ അറിയുന്ന ഇലക്ഷൻ നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നാളെ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരം കാര്യങ്ങളിൽ നീതിപൂർവമായി ഇടപെടണം. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോഴാവശ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ആക്ഷനാണ്. ലെറ്റ് us see what they are going to do. മറ്റൊരു ഗുരുതരമായ ആരോപണം, ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ അക്കൗണ്ട് ഉണ്ടോ? അതെ, ഇന്നിപ്പം ആ വിഷയങ്ങളല്ല. ഞാനിപ്പം മരണത്തെക്കുറിച്ച് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. മറ്റൊരു വിഷയവും ഞാൻ പറഞ്ഞില്ല. മറ്റൊരു വിഷയവും ഞാൻ പറഞ്ഞോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? മറ്റൊരു വിഷയവും ഞാൻ പറഞ്ഞോ? അല്ല, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? അതിന് മറുപടി ഇല്ലേ? അത് ശരിയല്ലേ, ഗുരുതരമായ ആരോപണ കലകൾ. പാലക്കാട് BJP വോട്ടിന് പണം നൽകുന്നു എന്ന ആരോപണം വന്നിരിക്കുന്നു. പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പാലക്കാട്ടെ കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.